ഗർഭിണികളിലെ പ്രമേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഗർഭിണികളിലെ പ്രമേഹം രണ്ട് വിധത്തിലാണ് പ്രകടമാകുന്നത്. മുൻപേ തന്നെ പ്രമേഹമുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുന്ന തരത്തിലും ഗർഭധാരണത്തിന് ശേഷം ആദ്യമായി പ്രമേഹം പ്രത്യക്ഷമാകുന്ന തരത്തിലുമാണ് ഗർഭിണികളിലെ പ്രമേഹം പ്രത്യക്ഷമാകുക. ഗർഭധാരണത്തിന് ശേഷം പ്രത്യക്ഷമാകുന്ന വിധത്തിൽ മൂന്നാമതൊരു തരം പ്രമേഹം കൂടിയുണ്ട്. മറഞ്ഞിരിക്കുന്ന പ്രമേഹം വെളിവാകാൻ ഗർഭധാരണം ഒരു നിമിത്തമായി തീരുന്നു. ഇതിനായി ഗർഭിണിയായ ശേഷം ഷുഗർ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭം ധരിക്കുന്ന സ്ത്രീയും ഗർഭസ്ഥ ശിശുവും ഉൾപ്പെടുന്ന 2 തലമുറകളെ ബാധിക്കുന്ന പ്രശ്നമായാണ് ഗർഭിണികളിലെ പ്രമേഹത്തെ കാണേണ്ടത്. പ്രമേഹാവസ്ഥയിലെ അമ്മയേക്കാളും ഗർഭസ്ഥ ശിശുവിനാണ് തകരാറുകൾ ഏറെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ ആദ്യ 3 മാസത്തിന് ശേഷമാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹം പ്രത്യക്ഷമാവുക. അവയവങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഈ കാലയളവിൽ ഗ്ലൂക്കോസ് നില ഉയർന്നിരുന്നാൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാകുവാനോ ചിലപ്പോൾ ഗർഭം അലസിപ്പോകുന്നതിനോ സാധ്യതയുണ്ട്. ഏകദേശം 15% ഗർഭിണികളിലും ഗ്ലൂക്കോസിൻ്റെ നില അസാധാരണമാണെന്നാണ് മനസ്സിലാവുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ നമ്മുടെ രാജ്യത്ത് ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിനുള്ള സാധ്യത 11 മടങ്ങ് കൂടുതലാണ്. ഗർഭാവസ്ഥയിലെ ആദ്യ ആഴ്ചകളിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി അമ്മയുടെ ആഗ്നേയഗ്രന്ഥിയിൽ നിന്നും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമെങ്കിലും തുടർന്നു വരുന്ന മാസങ്ങളിൽ മറുവുള്ള പ്രവർത്തനക്ഷമമായി ഗർഭാവസ്ഥ ശിശുവിൻ്റെ സംരക്ഷണത്തിനായി ഹോർമോണുകൾ സ്വന്തമായി അധിക തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. മറുവുള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, പ്രൊലാക്റ്റിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ മാതൃശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനങ്ങളെ എതിർക്കുന്നു. തന്മൂലം മാതാവിൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നിലയിൽ വർധനയുണ്ടാകുന്നു. ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ അത്രയും ഗ്ലൂക്കോസിൻ്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള സംവിധാനമാണിത്. പ്രസവശേഷം അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നില ക്രമേണ കുറഞ്ഞു വന്ന് സാധാരണ നില കൈവരിക്കുന്നു. പ്രസവശേഷം 2 മുതൽ 20 വർഷത്തിനുള്ളിൽ പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത 30% അമ്മമാരിൽ നിലനിൽക്കും. ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിൻ്റെ പരിണിത ഫലങ്ങൾ. അമ്മമാരിൽ ഗർഭം അലസൽ, ചാവള്ളയുടെ ജനനം, ശിശുവിൻ്റെ ശരീരസ്ഥൂലതയാലുള്ള വിഷമതകൾ, ഗർഭപാത്രത്തിലെ അമിനിയോട്ടിക് അറയ്ക്കുള്ളിൽ കൂടുതൽ അമിനിയോട്ടിക് ദ്രാവകം ഉണ്ടായി വരിക എന്നിവയാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിൽ അമ്മമാർക്കുണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങൾ. 4.8 ആഴ്ചകൾ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു ഘട്ടമാണ്. വിവിധ അവയവങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഈ സമയം രക്തത്തിലെ ഗ്ലൂക്കോസ് നില ഉയർന്നിരുന്നാൽ ജന്മനാലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മസ്തിഷ്കത്തിൻ്റെ വളർച്ചക്കുറവ്, മസ്തിഷ്കം തന്നെ ഇല്ലാതെ വരിക, തലയുടെ അസാധാരണമായ വലിപ്പം, ഹൃദയവാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകൾ, ഹൃദയത്തിലെ വെൻട്രിക്കിൾ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരമുണ്ടാവുക എന്നിവയാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിൽ ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന വൈകല്യങ്ങൾ. ഗർഭാവസ്ഥയിൽ പ്രമേഹ സാധ്യതയുള്ളവർ: 1. കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹമുള്ളവർ. 2. നിരാകാരാവസ്ഥയിൽ രണ്ടാമത്തെ മൂത്ര പരിശോധനയിൽ ഗ്ലൂക്കോസ് ഉള്ളതായി തെളിഞ്ഞവർ. 3. പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഗർഭം അലസിപ്പോയിട്ടുള്ളവർ. 4. ഗർഭസ്ഥ ശിശുവിന് അമിത വലിപ്പമുള്ള അവസ്ഥയിലുള്ളവർ. 5. സ്ഥൂല ശരീരപ്രകൃതമുള്ള ഗർഭിണികൾ. 6. ജന്മനാൽ അംഗവൈകല്യമുള്ള കുട്ടികളുള്ളവർ. 7. മുൻ ഗർഭാവസ്ഥയിൽ പ്രമേഹം ഉണ്ടായിരുന്നവർ. 8. ഗർഭാവസ്ഥയിൽ അതിരക്തസമ്മർദ്ദമുള്ളവർ. 9. 35 വയസ്സിന് മേൽ പ്രായമുള്ളവർ. 10. പോളിസിസ്റ്റിക് സിൻഡ്രം ഉള്ളതായി തെളിഞ്ഞിട്ടുള്ളവർ. ഗർഭിണികളായ സ്ത്രീകൾ ആദ്യ 3 മാസത്തിൻ്റെ അവസാനവും രണ്ടാമത്തെ 3 മാസത്തിൻ്റെ അവസാനവും വീണ്ടും പരിശോധനകൾ നടത്തി ഗർഭാവസ്ഥയിലെ പ്രമേഹം ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഗർഭിണികളിൽ നിരാകാരാവസ്ഥയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 95 മില്ലിഗ്രാം ഡെസിലിറ്ററിന് മേൽ ആണെങ്കിൽ ഗർഭാവസ്ഥയിലെ പ്രമേഹമുണ്ടെന്ന് സ്ഥിരീകരിക്കാവുന്നതാണ്. ആഹാരശേഷം 2 മണിക്കൂർ ഗ്ലൂക്കോസ് അളവ് 120 മില്ലിഗ്രാം ഡെസിലിറ്ററിന് മുകളിലാണെങ്കിലും ഗർഭാവസ്ഥയിലെ പ്രമേഹ സ്ഥിരീകരണത്തിന് അടിസ്ഥാന മാനദണ്ഡമായി സ്വീകരിക്കാവുന്നതാണ്. ആഹാരത്തിലെ അന്നജത്തിൻ്റെ അളവ് 40-45% ആയിരിക്കുന്നതാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹ നിയന്ത്രണത്തിന് നല്ലത്. ബാക്കി 55-60% കൊഴുപ്പ് പദാർത്ഥങ്ങളും പ്രോട്ടീൻ പദാർത്ഥങ്ങളും ചേർത്ത് തുല്യത വരുത്തുകയാണ് വേണ്ടത്. ദിവസം 30 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ള വ്യായാമം ഗർഭിണികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഗർഭാവസ്ഥയിൽ ആദ്യമായി പ്രമേഹം പ്രത്യക്ഷമായിട്ടുള്ളവരിലെ ഗ്ലൂക്കോസ് നില സാധാരണഗതിയിലാക്കുന്നതിനും പ്രയോജനപ്പെടുന്നു. ഇൻസുലിൻ കുത്തിവയ്പ്പാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിനായി നിർദ്ദേശിക്കപ്പെടുന്നത്. നിരാകാരാവസ്ഥയിലെ ഗ്ലൂക്കോസ് നില 120 മില്ലിഗ്രാം ഡെസിലിറ്ററിന് മുകളിലാണ് കാണുന്നതെങ്കിൽ ഇൻസുലിൻ കുത്തിവയ്പ്പ് ഉടൻ തന്നെ തുടങ്ങുകയാണ് വേണ്ടത്. പ്രമേഹ സാധ്യതയുള്ളവർ ഭക്ഷണ രീതി ക്രമീകരിച്ചാൽ ഗർഭകാലത്തെ പ്രമേഹത്തിൽ നിന്ന് മോചനം നേടാവുന്നതാണ്. സാധാരണഗതിയിൽ ആദ്യ 3 മാസങ്ങളിൽ 0.7 യൂണിറ്റ് 1 കിലോഗ്രാം ശരീരഭാരത്തിന് എന്ന മാത്രയിലാണ് നൽകാറുള്ളത്. എന്നാൽ രണ്ടാമത്തെ 3 മാസങ്ങളിൽ ഇൻസുലിൻ ആവശ്യകത ക്രമേണ വർദ്ധിച്ചു വരുന്നു. ഈ കാലയളവിൽ ഏകദേശം 0.8 യൂണിറ്റ് 1 കിലോഗ്രാം ഭാരത്തിന് ഒരു ദിവസത്തേക്ക് എന്ന രീതിയിലാണ് നിർദ്ദേശിക്കുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ 0.9 യൂണിറ്റ് 1 കിലോഗ്രാം ശരീരഭാരത്തിന് ഒരു ദിവസത്തേക്ക് എന്ന മാത്രയിലാണ് എടുക്കേണ്ടത്. 36ാമത്തെ ആഴ്ച മുതൽ 1 യൂണിറ്റ് 1 കിലോഗ്രാം ശരീരഭാരത്തിന് എന്ന കണക്കിൽ ആവശ്യമായി വരും. അമിത ശരീരഭാരമുള്ളവർക്ക് അല്പം കൂടുതൽ ഇൻസുലിൻ വേണ്ടിവരും. പ്രസവ സമയമാകും തോറും രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് സാധാരണ നിലയിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശിശുവിൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് എത്താതിരിക്കാനാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. പ്രസവ സമയം അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നില 70-100 മില്ലിഗ്രാം ഡെസിലിറ്ററാക്കി നിർത്തുന്നതിനാണ് ശ്രമം. പ്രസവ ദിവസം രാവിലെ പതിവായുള്ള ഇൻസുലിൻ കുത്തിവയ്പ്പ് നൽകാറില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ മണിക്കൂറിലും ഗ്ലൂക്കോസ് പരിശോധന നടത്തി ഇൻസുലിൻ അളവുകൾ ക്രമീകരിക്കുകയാണ് വേണ്ടത്.
ശിശുരോഗ വിദഗ്ധന്റെ സേവനവും പരിശോധനയും പ്രസവ സമയവും തുടർന്നും ആവശ്യമാണ്. പ്രസവശേഷം നിർബന്ധമായും കുഞ്ഞിന് മുലയൂട്ടണം. അമ്മയുടെ ശരീരത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഇൻസുലിൻ കുഞ്ഞിന്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നിലയെ കുറച്ച് ഹൈപ്പോഗ്ലൈസീമിയ അവസ്ഥയിൽ എത്തിക്കുന്നതിന് തടയുന്നതിന് ആദ്യമേ തന്നെ നൽകുന്ന മുലയൂട്ടൽ കൊണ്ട് സാധിക്കും. പ്രസവശേഷം 6 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നടത്തി ഗ്ലൂക്കോസ് നില സാധാരണഗതിയിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഗ്ലൂക്കോസ് നില സാധാരണഗതിയിലല്ല എങ്കിൽ പ്രമേഹത്തിന് മുൻപുള്ള ഘട്ടമോ അതോ ശരിയായ പ്രമേഹം തന്നെയോ എന്ന് പ്രത്യേകം പരിശോധിച്ചിരിക്കണം. പ്രസവശേഷം ഗ്ലൂക്കോസ് അളവുകൾ തികച്ചും സാധാരണഗതിയിലേക്ക് വന്നിട്ടുള്ള 6 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് പരിശോധന നടത്തി ടൈപ്പ് 2 പ്രമേഹ രോഗമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്.